പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം ആകെ ഹൃദയം തകർന്ന് നിൽക്കുകയായിരിക്കും. വേദ തനിക്കയച്ച ആ ഒരു ഡിവോഴ്സ് നോട്ടീസ് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വിക്രം പൊട്ടിക്കരയാണ്. ആ രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ വേദയുടെ ഓർമ്മകളിൽ ഇങ്ങനെ നീറി നീറി കിടക്കുമായിരിക്കും വിക്രം. വേദയാണെങ്കിൽ ഇതൊന്നും തന്നെ അറിയില്ല. വേദ എങ്ങനെയെങ്കിലും വിക്രമിനെയും കുടുംബത്തെയും രക്ഷിക്കാനായിട്ട് തന്നെ അകന്നു നിൽക്കുമായിരിക്കും. ശ്രീകാന്തിന്റെ ചതിക്കുഴികളൊന്നും മനസ്സിലാക്കാതെയായിരിക്കും വേദയുടെ പോക്ക്. പിറ്റേന്ന് അമ്പലത്തിൽ വെച്ച് കമലമ്മയെ കാണുന്ന വേദ ഓടിച്ചെന്ന് അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കമലമ്മ സങ്കടത്തോടു കൂടി തന്നെ വേദയെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ മോൻ്റെ ചങ്ക് പൊട്ടുന്നത് ഞാൻ കണ്ടതാണ് മോളെ, എന്തിനായിരുന്നു നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന കമലമ്മയുടെ ആ ഒരു ചോദ്യം കേട്ടുകൊണ്ട് തന്നെ വേദ ആകെ ഞെട്ടി നിൽക്കുകയാണ്. താൻ ആ ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് വേദ പറയുന്നുണ്ടെങ്കിലും കമലമ്മ അതൊന്നും വിശ്വസിക്കാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ഇതോടുകൂടെ തന്നെ ദേഷ്യം മൂത്ത വേദ നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെന്ന് പൊട്ടിത്തെറിക്കാണ്. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ആ ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? വേദയുടെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ തന്നെയാണ് അതിൽ ഒപ്പിട്ടത്, നിനക്കെന്താ ബുദ്ധിയില്ലേ എന്ന് ശ്രീകാന്ത് പുച്ഛത്തോടു കൂടി തന്നെ മറുപടി നൽകി. എന്നാൽ വിക്രമിനെയും എന്നെയും അകറ്റാൻ ആർക്കും കഴിയില്ല എന്നും ശ്രീകാന്തിന് തന്റെ മറ്റൊരു മുഖം കാണേണ്ടി വരുമെന്നും വേദ ആക്രോശിച്ചു. ഇതേ സമയം വിക്രമാണെങ്കിൽ ആകെ തളർന്ന് ഒന്നും തന്നെ കഴിക്കാത്ത ബൈക്കിൽ എങ്ങനെ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വന്ന കമലമ്മ വിക്രമിനെ കാണാത്തതിൽ പരിഭ്രാന്തിയിലായിരുന്നു. വേദ ഇതൊന്നും തന്നെ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത് എന്ന് കമലമ്മ മാഷിനോട് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ശ്രീകാന്താണെന്നും ഇതിനെന്നാൽ ഉത്തരം ഒരാളിലേക്ക് തന്നെ എത്തുമെന്നും മാഷ് സംശയിച്ചു. അങ്ങനെ വേദ ഓഫീസിലേക്ക് പോവാനിറങ്ങുമ്പോൾ ശ്രീകാന്ത് കൂടി വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും വേദ അതെല്ലാം തന്നെ നിരസിക്കാണ്. അച്ഛനായ ശങ്കരനാരായണനോട് വേദയുടെ സ്വഭാവം മാറിയെന്ന് ശ്രീകാന്ത് പരാതിപ്പെടുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കുഴിച്ചുമൂടാൻ നോക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് വേദ മുഖത്തടിച്ചതുപോലെ തന്നെ പറഞ്ഞു. ഓഫീസിന് മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്ന വിക്രമിനെ കാണുമ്പോൾ വേദക്ക് ശരിക്കും അങ്ങ് താൻ ചങ്ക് തകരുന്ന വേദനയായിരിക്കും. വിക്രം സങ്കടത്തോടു കൂടി തന്നെ വേദയോട് ചോദിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ നിന്നും നിനക്ക് ഒഴിഞ്ഞു പോകണോ എന്നാണ്. താൻ ഒപ്പിട്ടത് സത്യമാണെന്നും എന്നാൽ അത് തൻ്റെ സമ്മതത്തോടെയല്ല എന്നും ശ്രീകാന്ത് അയച്ചതാണെന്നും വേദ വെളിപ്പെടുത്തി. ഇത് കേട്ട വിക്രമിന് വലിയ ആശ്വാസമായി. ശ്രീകാന്ത് തങ്ങൾക്കിടയിലെ പ്രശ്നക്കാരനാണെന്ന് അതോടുകൂടെ തന്നെ വിക്രം ഉറപ്പിച്ചു. ശ്രീനിവാസൻ വിളിച്ചത് പ്രകാരം വിക്രം പാർട്ടി ഓഫീസിലേക്ക് എത്തുകയും ജാഥകളിലും സമ്മേളനങ്ങളിലുമെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. ശ്രീനിവാസനെ വെള്ളപൂശാൻ വിക്രം പ്രസംഗിക്കത് കണ്ട ശ്രീകാന്ത് വാസവനെ കണ്ട് തന്റെ ഭയം പങ്കുവച്ചു. എന്നാൽ താൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വാസവൻ അവന് ഉറപ്പു നൽകി. രാത്രി വീട്ടിലേക്കെത്തിയ വിക്രമിനോട് രാത്രി സഞ്ചാരം കുറക്കണമെന്ന് സുധാകര മാഷ് ഉപദേശിക്കുന്നുണ്ട്. വേദ നോട്ടീസ് അയച്ചത് അവളുടെ അറിവോടല്ല എന്ന് മാഷ് പറയുമ്പോൾ ശ്രീകാന്താണ് ഇതിനെല്ലാം പിന്നിലെന്ന് വിക്രമിനും ബോധ്യപ്പെട്ടു. തന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിലും ശ്രീകാന്ത് തന്നെയായിരിക്കുമെന്ന് വിക്രം സംശയിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ സുധാകര മാഷ് കമ്മീഷണർ ഓഫീസിലേക്ക് പരാതി നൽകാനെത്തുമ്പോൾ അവിടെ വെച്ച് ശങ്കരനാരായണനെ കാണുകയും ഡിവോഴ്സ് നോട്ടീസിന്റെ കാര്യം സംസാരിക്കുകയും ചെയ്തു. ശങ്കരനാരായണൻ ഇതറിഞ്ഞതോടുകൂടി തന്നെ ആകെ ഞെട്ടിത്തെറിച്ചു പോവാണ്. ശ്രീകാന്താണ് ഇതിനെല്ലാം പിന്നിലെന്ന് സുധാകര മാഷ് ശങ്കരനാരായണനോട് തുറന്നു പറഞ്ഞു. ഇതിനിടയിൽ തന്നെ വിക്രം ശ്രീകാന്തിന്റെ വീട്ടിലേക്കെത്തി ബഹളം വെക്കുന്നുണ്ട്. നിന്റെ മുഖംമൂടി ഇന്നത്തോടെ ഞാൻ വലിച്ചു കീറുമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ വിക്രം വെല്ലുവിളിച്ചു. വാസവനും ശ്രീകാന്തും കൂടി അച്ഛനെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് വിക്രം സംശയിക്കുകയും സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തന്നെ വാസവനെ തട്ടിക്കൊണ്ടുപോയി സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും തനിക്ക് പങ്കില്ല എന്ന് വാസവൻ തുറന്നു പറഞ്ഞു. ഇതിനിടയിൽ പോലീസ് ശ്രീകാന്തിന്റെ വീട്ടിലേക്കെത്തി പരിശോധന നടത്തി. മാഷിനെ തട്ടിക്കൊണ്ടുപോയതിനുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ലഭിച്ചതോടുകൂടി തന്നെ ശ്രീകാന്ത് ആണെങ്കിൽ ആകങ്ങ് കുടുങ്ങിപ്പോവാണ്. വേദ പോലീസുകാരോട് സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം വാസവൻ വിക്രമിനോട് ക്ഷമ ചോദിക്കുകയും ശ്രീകാന്തിന്റെ ചതികളെല്ലാം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. വിക്രമിനെ കൊല്ലാൻ വേണ്ടി ശ്രീകാന്ത് പ്ലാൻ ചെയ്ത കാര്യം വാസവൻ തുറന്നു പറഞ്ഞു. ഒടുവിൽ സുധാകര മാഷും വിക്രമും കൂടി വേദയുടെ വീട്ടിലേക്കെത്തി. പോലീസിനോട് പരാതിയില്ലെന്ന് മാഷ് പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്തിനെ പോലീസ് കൊണ്ടുപോയി. വിക്രം എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഡിവോഴ്സ് നോട്ടീസ് അങ്ങ് വലിച്ചു കീറുകയാണ്. അങ്ങനെ ആ ഒരു ഡിവോഴ്സ് നോട്ടീസ് വലിച്ചു കീറിയതിനു ശേഷം വിക്രം നേരെ വേദയുടെ അടുത്തേക്ക് ചെന്ന് വേദയുടെ കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അങ്ങനെ വേദയുടെ കൈയും പിടിച്ച് തന്റെ ഭാര്യയായിട്ട് തന്റെ ജീവൻ പോകുന്നതുവരെ വേദ തന്റെ കൂടെ ഉണ്ടാവുമെന്നും അവൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പരിഹസിച്ചതിന് ശേഷം വിക്രം വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. വിക്രം വേദയെ കൂട്ടി വീട്ടിലേക്ക് മടങ്ങുന്നതോടുകൂടി തന്നെ പവിത്രം സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ നിമിഷങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് പാർട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. ശ്രീകാന്തിനെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം വിക്രമിന്റെ വീട്ടിൽ വലിയൊരു സമാധാനം തിരിച്ചു വന്നുവെങ്കിലും അതൊരു കൊടുങ്കാറ്റിനുമുള്ള ശാന്തത മാത്രമായിരുന്നു.
വേദയെ ചേർത്ത് പിടിച്ച് വിക്രം പടിക്കലെത്തിയപ്പോൾ കമലമ്മയുടെ കണ്ണുകളെല്ലാം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ നിലവിളിക്ക് കൊളുത്തി വേദയെ അകത്തേക്ക് സ്വീകരിച്ചു. ഇനി ഈ വീടിന്റെ ഐശ്വര്യം നീയാണ് മോളെ, ആരും നിന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവില്ല. കമലമ്മയുടെ വാക്കുകൾ വേദയുടെ ഉള്ളിൽ ഒരു കടലായി തന്നെ അലതല്ലി. എന്നാൽ വിക്രമിന്റെ മനസ്സിൽ ഒരു ഭയം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. വാസവന്റെയും ശ്രീകാന്തിന്റെയും അടുത്ത നീക്കം ഇനി എന്തായിരിക്കും? ജയിലിൽ അഴിക്കുള്ളിലായ ശ്രീകാന്ത് തന്റെ പരാജയത്തിൽ നേരിപ്പോകുകയായിരുന്നു. ചന്ദ്രശേഖരനെ സ്വാധീനിച്ച് പുറത്തിറങ്ങാൻ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ജാമ്യം കിട്ടി പുറത്തിറങ്ങി ശ്രീകാന്ത് നേരെ പോയത് വാസവന്റെ അടുത്തേക്കായിരുന്നു. എന്നെ ഒറ്റുകൊടുത്ത വിക്രമിനെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല വാസവ. അവന്റെ ഏറ്റവും വലിയ ബലഹീനത വേദയാണ്. അവളെ അവനിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കണം. ശ്രീകാന്തിന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ ചോരത്തിളപ്പുണ്ടായിരുന്നു. ഇതേ സമയം വിക്രമും വേദയും തങ്ങളുടെ പഴയ പ്രണയകാലത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടേയിരുന്നു. വർക്ക്ഷോപ്പിലെ പണികളായിട്ട് വിക്രം അങ്ങനെ സജീവമായിരുന്നു. അരുണിന്റെയും ദീപ്തിയുടെയും വിവാഹം നടത്തിക്കൊടുക്കുമെന്ന വാക്ക് പാലിക്കാനായി അവർ രഹസ്യമായ നീക്കങ്ങൾ നടത്തി. എന്നാൽ ഒരു വൈകുന്നേരം അമ്പലത്തിൽ പോയി മടങ്ങി വരികയായിരുന്ന വേദയെ ഒരു കറുത്ത കാർ വന്ന് തടഞ്ഞു നിർത്തി. മുഖംമൂടി ധരിച്ച ഗുണ്ടകൾ വേദയെ ബലം പ്രയോഗിച്ച് കാറിലേക്ക് കയറ്റി കൊണ്ടുപോയി. ഈ വിവരമറിഞ്ഞ വിക്രം ആകെ തകർന്നു പോയിരുന്നു. പക്ഷേ ഇത്തവണ അവന് കരയാനൊന്നും തയ്യാറായില്ല. വാസവന്റെ താവളങ്ങൾ ഓരോന്നോരോന്നായി അവനങ്ങ് അടിച്ചു തകർത്തു. ഒടുവിൽ പഴയ ഗോഡൌണിൽ കെട്ടിയിട്ട വേദയ്ക്ക് മുന്നിൽ ഒരു തോക്കുമായി നിൽക്കുന്ന ശ്രീകാന്തിനെ വിക്രം കണ്ടെത്തി. നീ തോറ്റുപോയി വിക്രം, നിന്റെ പെണ്ണിനെ ഇന്ന് ഞാൻ ഇല്ലാതാക്കും. സ്വന്തം ചോരയാണെന്ന് പോലും നോക്കാതെ ആയിരിക്കട്ടെ ശ്രീകാന്ത് അങ്ങനെ അലറി വിളിക്കുന്നത്. തന്റെ സർവ്വ കരുത്തും ഉപയോഗിച്ചുകൊണ്ടതിനെ വിക്രം നേരിട്ടു. പോലീസും സുഹൃത്തുക്കളും കൃത്യസമയത്ത് എത്തിയതോടുകൂടി തന്നെ ശ്രീകാന്തിന്റെ പതനം അങ്ങ് പൂർത്തിയായി. ശ്രീകാന്ത് വീണ്ടും അങ്ങ് അഴിക്കുള്ളിലായി. വാസവൻ രാഷ്ട്രീയത്തിൽ നിന്നും എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടു. അങ്ങനെ അരുണിന്റെയും ദീപ്തിയുടെയും വിവാഹം വിക്രമിന്റെയും വേദയുടെയും നേതൃത്വത്തിൽ തന്നെ ഗംഭീരമായി തന്നെ നടന്നു. തങ്ങളെ പിരിക്കാൻ വന്ന സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് വിക്രമും വേദയും തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വസന്തത്തിന് തുടക്കം കുറിക്കുന്ന അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.